ട്രാഫിക്കിലോട്ട് മാറ്റിയപ്പോ ഞാൻ കരുതിയത് IG ദുർഗപ്രസാദ് നുടയുമെന്ന. പക്ഷെ ഇല്ല, 6 മാസത്തിനിടയ്ക്ക് തടി സ്വല്പം കൂടിയിട്ടേ ഉള്ളൂ. ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് DGP പറഞ്ഞു കാണുമല്ലോ. ഇന്നലെ ഹൈവേയിൽ താൻ നടത്തിയ റോഡ് ഷോയെ കുറിച്ച് ചോദിച്ചറിയാനാ. പിടിച്ചെടുത്തത് 12,60,000 രൂപയുടെ ഇന്ത്യൻ കറൻസി, പിന്നെ 90,000 US ഡോളറും. ശരിയാണല്ലോ? കാശും കൊണ്ട് വന്നവന്മാര് എന്തോ അവന്മാരെ പറയാ കാരിയേഴ്സ് ചോദ്യം ചെയ്തപ്പോൾ അവന്മാരിന്ന് വിവരം വല്ലതും കിട്ടിയോ? പണത്തിന്റെ സോഴ്സ്, ആർക്ക് വേണ്ടി കൊണ്ടുവന്നു, അങ്ങനെ വല്ലതും? ഇല്ല സർ, ഒരു വിവരവും കിട്ടിയില്ല. കിട്ടിയില്ലേ? താനെന്താ ഇതുവരെ അവന്മാരോട് കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു? ഏത് ഉദ്യോഗസ്ഥനെ മുന്നിൽ കിട്ടിയാലും ഒരു ഇൻസൾട്ടോടെ സംസാരം തുടങ്ങുന്ന ഒരു നിർബന്ധം അങ്ങേക്കുണ്ടെന്ന് എനിക്കറിയാം. Well, I have no complaints. I am taking it. ദുർഗ, CM ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ? ഉദ്ദേശം എന്താണെന്ന് നന്നായി അറിയാം സർ. പിന്നെ ഇന്നലത്തെ റോഡ് ഷോ, ഇറ്റ് വാസ് എ ഹൈലി റിസ്കി, തോട്ട്ലെസ്ലി അഡ്വഞ്ചറസ് എൻകൗണ്ടർ. ബോർഡർ ചെക്ക് പോസ്റ്റിൽ നിന്ന് കിട്ടിയ വേക്ക് ടിപ്പിന്റെ തുമ്പത്ത് കയറി പിടിച്ച് ഞാൻ ഒറ്റയ്ക്ക് നടത്തിയ ഒരു ഇമ്പൾസീവ് ഓപ്പറേഷൻ. കൂടെ ഫോഴ്സിനെ കൂട്ടാഞ്ഞത് സൂപ്പർ കോപ്പിന്റെ ധാർഷ്ട്യം കൊണ്ടല്ല, നാറുകയാണെങ്കിൽ ഒറ്റയ്ക്ക് നാറിയാ മതിയല്ലോ എന്നുള്ള നാട്ടറിവ് കൊണ്ടാണ്. പിടികൂടിയത് NRIക്കാരുടെ വീട്ടിലും ഓഫീസിലും വർക്ക് സൈറ്റുകളിലും പണം എത്തിക്കുന്ന റുട്ടീൻ ഹവാല കാരിയേഴ്സിനെ അല്ല, സംസ്ഥാനത്ത് വേര് പിടിച്ച് തിടം വയ്ക്കുന്ന ഭീകരതയുടെ ഓക്സിജൻ ഫീഡേഴ്സിനെയാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധമൊക്കെ എനിക്കുണ്ട് സർ. ചാലസ്ഫോടനത്തിനും ഹോം സെക്രട്ടറിയുടെ കൊലപാതകത്തിനും പിന്നിലുള്ള നെറ്റ്വർക്കിലെ കണ്ണികളാണ് അവരെന്ന ധാരണ എനിക്കുള്ളതുകൊണ്ട് ഒരു സീക്രട്ട് ലൊക്കേഷനിലേക്ക് ഞാൻ അവരെ മാറ്റി ചോദ്യവും ചെയ്തു തുടങ്ങി. ആൻഡ് യു നോ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? എന്റെ സെൽഫോണിലേക്ക് കോളുകളുടെയും ടെക്സ്റ്റുകളുടെയും നിലയ്ക്കാത്ത ഫ്ലോ. ആദ്യം സിറ്റി പോലീസ് കമ്മീഷണർ വക പ്ലീഡിംഗ്, കേസ് ട്രാഫിക് IG പരിധിയിൽപ്പെടുന്നതല്ല എന്ന് വിനീതമായ ഓർമ്മപ്പെടുത്തൽ. തൊട്ടു പിന്നാലെ സോണൽ IG ചെറു ഭീഷണിയുടെ ഫ്ലേവറുള്ള മുറവിളി. സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് വന്നിരുന്നു ചില കോൾസ് കേട്ടോ സർ. IG ശ്രീകാന്ത് ഠാക്കറയുടെ ക്വറി ആൻഡ് സം അതർ പ്രഷർ ടാറ്റിക്സ്. എന്നാ പിന്നെ പുല്ല് പോട്ടെ എന്ന് വെച്ച് ഞാൻ അവന്മാരെ സിറ്റി പോലീസ് കമ്മീഷണർ ഹിസ് ഹോളിനസ് വിജയ് ഭാസ്കർക്ക് കൈമാറി. Exactly 4 hours 32 minutes ago, to be very precise. ഈ കാലയളവിനുള്ളിൽ കമ്മീഷണറുടെ ഒരു സീസൺഡ് ഗ്രില്ലിംഗിൽ അവന്മാര് വിലപ്പെട്ട എന്തെങ്കിലും അദ്ദേഹത്തോട് തികട്ടിയോ ഛർദിച്ചോ എന്നൊന്നും എനിക്കറിയില്ല സർ. ബെറ്റർ യു ചെക്ക് വിത്ത് ദ കമ്മീഷണർ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും വള്ളി പുള്ളി തെറ്റാതെ നിങ്ങൾ 3 പേർക്കും നന്നായിട്ടറിയാം. നന്നായിട്ടറിയുന്ന കാര്യങ്ങളും കീഴുദ്യോഗസ്ഥന്റെ നാവിൽ നിന്ന് കേൾക്കുന്നതിന്റെ സുഖം അത് ഞാൻ നിങ്ങൾക്ക് നിഷേധിക്കുന്നില്ല. ദുർഗ, കൂൾ ഓഫ്.
തന്റെ ഡെസ്പയർ ഞങ്ങൾക്ക് മനസ്സിലാവും. തന്നെ വിളിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. നമ്മുടെ തീരുമാനം വർഗീസ് പറ. യെസ് സർ. ദുർഗ, ചാല സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ ഹോം സെക്രട്ടറിയുടെ ബ്രൂട്ടൽ മർഡർ നമ്മുടെ സ്റ്റേറ്റ് തീവ്രവാദികളുടെ ഹോട്ടസ്റ്റ് ഹബ്ബായി മാറുന്നു. ദാറ്റ് ഇസ് എ ഫാക്ട്. മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ ഇവിടെയും ATS ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് രൂപീകരിക്കാൻ തീരുമാനമായി. CM ഇന്ന് രാവിലെ ഓർഡറിൽ ഒപ്പുവെച്ചു. ഞാനും യൂനസും തന്റെ പേരാണ് ATS ചീഫായി സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. സർ, ദുർഗ മുൻപ് സൂചിപ്പിച്ച പരിധികളോ പരിമിതികളോ ഇല്ലാത്ത പവർ, അതാണ് ATSനുള്ളത്. സംസ്ഥാനത്ത് രജിസ്റ്റേർഡോ അൺരജിസ്റ്റേർഡോ ആയിട്ടുള്ള ഏത് ക്രൈമിനെ കുറിച്ചും നിങ്ങൾക്ക് അന്വേഷിക്കാം. മറ്റു ബ്രാഞ്ചുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാം. ഒരു തടസ്സവും ഉണ്ടാവില്ല. And you will report to me, only to me. ആഴ്ചയിലൊരിക്കൽ CMഉം യൂനസും ഞാനും ATSന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. You will get a feedback. Is that okay with you? പെർഫെക്റ്റ്ലി ഓക്കെ സർ. ഹോം സെക്രട്ടറിയുടെ മർഡർ ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കണം ടോപ്പ് പ്രയോറിറ്റി. ദുർഗ, സെക്രട്ടേറിയറ്റിന്റെ ഓഫീസ് മുറിക്കുള്ളിൽ വെച്ച് ഹോം സെക്രട്ടറി കൊല്ലപ്പെടുമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സോ ഷോക്കിംഗ്, സോ അൺറിയൽ. വി തിങ്ക് ഇറ്റ്സ് എൻ ഇൻസൈഡ് ജോബ്. നമുക്കുള്ളിൽ തന്നെ ടെററിസ്റ്റ് ലിങ്ക് ഉള്ളവരുണ്ട്. ഫൈൻഡ് ദം, ഫിനിഷ് ദം. മോസ്റ്റ് സർട്ടൻലി സർ. അപ്പൊ താനെല്ലാം കേട്ടല്ലോ. പരിധികളില്ലാത്ത അധികാരം കൊടുത്തിറക്കി വിട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിമാർക്ക് ബാധ്യതയായിട്ടുണ്ട്. അതാ ചരിത്രം. തനിക്കറിയാവുന്ന കാര്യം തന്നെയാ, എന്നാലും പറയുക. ഐ ആം സിറ്റിംഗ് ഓൺ എ ഷെയ്ക്കി ചെയർ. താനായിട്ട് തള്ളി താഴെ ഇടരുത്. തന്നെ ഞാൻ വിശ്വസിക്കുക. വിശ്വസിക്കാം സാർ. തിരിച്ച് ഞാനൊന്ന് ചോദിച്ചോട്ടെ? എനിക്ക് അങ്ങേ വിശ്വസിക്കാം. അങ്ങേ വിശ്വസിച്ച് പടപ്പുറപ്പാടിനിറങ്ങിയ എല്ലാ ഉദ്യോഗസ്ഥരെയും അങ്ങ് നിർദാക്ഷിണ്യം കൈയൊഴിഞ്ഞിട്ടുണ്ട്. നാളിതുവരെ എന്നെയും കാത്തിരിക്കുന്നത് അതേ വിധിയായിരിക്കാം. ബട്ട് ഐ വോണ്ട് ഗ്രംബിൾ ആൻഡ് ഐ വോണ്ട് ഗ്രഡ്ജ് ഇറ്റ്. കാരണം ഇട്ടിരിക്കുന്ന ഈ കുപ്പായത്തോടുള്ള കൂറ് എന്ന സ്ഥിരം ക്ലിഷയല്ല. ജനിച്ചു വളർന്ന ഈ മണ്ണ് ഒരു ഭീകര ശക്തിക്കും വിട്ടുകൊടുക്കാതെ രക്ഷിച്ചു പിടിക്കാൻ എന്ത് നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ് സർ. എന്റെ തോളത്തെ നക്ഷത്രങ്ങൾ മാത്രമല്ല, ചങ്കിലെ ജീവൻ പോലും. ദുർഗ, just hold your tongue. സ്റ്റിഫ് അപ്പർ ലിപ്സ് സർ. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് പ്രവൃത്തിയാണ്. പോയിന്റഡ് ഡിസൈസീവ് ആക്ഷൻ.